ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ. ശ്ലോകം 13, പേജ് നമ്പർ 676. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതി അനാദിമത്പരം ബ്രഹ്മ ന സത്തന്നാസദുച്യതി. പദാനുപദം. യത് യാതൊന്ന്, ജ്ഞേയം അറിയപ്പെടേണ്ടതാണോ, യത് യാതൊന്നിനെ, ജ്ഞാത്വാ അറിഞ്ഞിട്ട്, അമൃതം അമൃതത്തെ, അശ്നുതി അനുഭവിക്കുമോ, തത് അതിനെ, പ്രവക്ഷ്യാമി ഞാൻ പറയാം, അനാദി ആദിയില്ലാത്തതായി, മത്പരം എന്നിൽ ആശ്രിതനായ, ബ്രഹ്മസത്ത, തത് അത്, സത് കാരണമെന്ന്, അസത് അസത്തെന്നും കാര്യം, ന ഉച്യത്തെ പറയപ്പെടുന്നില്ല. വിവർത്തനം. ഏതൊന്നിൻ്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിനുതകുമോ, ജ്ഞേയമായ അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം. അനാദിയും എന്നെ ആശ്രയിച്ചുള്ളതുമാണ് ബ്രഹ്മം. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്കതീതമാണത്. ഭാവാർത്ഥം. കർമ്മക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ച് ഭഗവാൻ പ്രതിപാദിച്ചു കഴിഞ്ഞു. ക്ഷേത്രജ്ഞനെ അറിയേണ്ടതെങ്ങനെയെന്നും വിശദീകരിച്ചു. ഇനി അറിയേണ്ടവയെ ആദ്യം ജീവാത്മാവിനെക്കുറിച്ചും പിന്നെ പരമാത്മാവിനെക്കുറിച്ചും പറയുന്നു. ക്ഷേത്രജ്ഞരായ ഈ രണ്ടു പേരെയും അറിയുന്നവർക്ക് ജീവിതത്തിൻ്റെ അമൃതം നുകരാം. 2-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ ജീവസത്ത ശാശ്വതനാണ്. ഇവിടെ ഊന്നി പറയുന്നുണ്ട്, ജീവന്റെ ഉത്പത്തിയെക്കുറിച്ച് ആർക്കും വ്യക്തമായി അറിയില്ല. ഭഗവാനിൽ നിന്നുള്ള ജീവാത്മാവിൻ്റെ ആവിർഭാവത്തിൻ്റെ ചരിത്രം ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ആ നിലയ്ക്ക് അത് തുടക്കമില്ലാത്തതാണ്. ഇത് വൈദിക സാഹിത്യം സ്ഥിരീകരിക്കുന്നു. ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് എന്ന് കഠോപനിഷത്ത് 1:2-18. ശരീരത്തിൻ്റെ ജ്ഞാതാവ് ഒരിക്കലും ജനിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നുമില്ല, തികഞ്ഞ ജ്ഞാനമയനുമാണ്. പ്രധാന ക്ഷേത്രജ്ഞ പതിർഗുണേശഃ എന്ന് ശ്വേതാശതരോപനിഷത്ത് 6:16. ഭഗവാനെ പരമാത്മാവായി
വൈദിക സാഹിത്യത്തിലും പറയുന്നുണ്ട്. പ്രധാന ക്ഷേത്രജ്ഞനും പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കതീതനുമാണ് പരമാത്മാവ്. ദാസഭൂതോ ഹരേരേവ നാന്യ സൈവ കഥാചന എന്ന് സ്മൃതി. ജീവാത്മാക്കൾ എന്നെന്നും ഭഗവത് സേവകരാണെന്നർത്ഥം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉപദേശങ്ങളിലും ഇത് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ശ്ലോകത്തിൽ ബ്രഹ്മമെന്ന് പറഞ്ഞിട്ടുള്ളത് ജീവാത്മാവിനെ സംബന്ധപ്പെടുത്തിയാണ്. ജീവാത്മാവിനെ കുറിക്കുമ്പോൾ ബ്രഹ്മപദം ആനന്ദബ്രഹ്മത്തെയല്ല വിജ്ഞാനബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കണം. പരംബ്രഹ്മമായ ഭഗവാനാണ് ആനന്ദബ്രഹ്മം. ഹരേ കൃഷ്ണ.